നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ജനറൽ റീഡിംഗ് നോക്കാം. പക്ഷെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഈ ഡെക്ക് കണ്ടപ്പോൾ എനിക്ക് ഇന്ന് ഇത് യൂസ് ചെയ്യണം തോന്നി. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മളുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഡെക്കാണ് എൻ്റെ കയ്യിലുള്ളത്. പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇന്ന് എടുക്കാൻ തോന്നിയിട്ടുണ്ട്. സോ ഇന്നത്തെ ജനറൽ റീഡിങ്ങിൽ നിങ്ങളുടെ ജസ്റ്റ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ നോക്കാം. ഓക്കെ, അത് എന്തിനാണ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നോക്കുന്നതെന്ന് പറയുമ്പോൾ, ആ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ ജന്മത്ത് അത് നമ്മൾ എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മയില്ല, നമ്മൾ മുൻപ് എന്തായിരുന്നു, എന്ത് ചെയ്തിട്ടുണ്ട് എന്നൊന്നും നമുക്ക് ഓർമ്മയില്ല. ഓക്കെ, പക്ഷെ നമ്മളുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ കിടക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, ചില ട്രോമ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സന്തോഷങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ശരി, വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതൊക്കെ എവിടേക്കോ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെ വീണ്ടും ഈ ജന്മത്തിൽ നമുക്ക് ഓർമ്മയില്ല. എന്തുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, എന്തോ എനിക്കൊരു പേടിയുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു പേടി നമ്മളെ പിന്നോട്ട് വലിക്കും, അല്ലേ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ വല്ലപ്പോഴും നമ്മൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, അപ്പോൾ അത് വീണ്ടും നമുക്ക് ഓർമ്മ വരുന്ന പോലെ. ചില സമയം ചിലവർക്ക് പറയാറുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തീനെ ഭയങ്കര പേടി എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളത്തിനെ ഭയങ്കര പേടി. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് പേടി. നമ്മൾ ഒരു കാരണമില്ലാതെ, നമുക്കൊന്നും പറ്റിയിട്ടില്ല, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിലവർക്ക് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുണ്ട്. ഇപ്പം ഇതിൻ്റെ അല്ല, തീൻ്റെ അല്ല, വെള്ളത്തിൻ്റെ ഒരു ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ജസ്റ്റ് നമ്മൾ പറയില്ല, ശരിക്കും കടൽ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ആ ഒരു മുട്ടിൻ്റെ മേലേക്ക് എനിക്ക് വെള്ളം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് പാനിക്കാവും, ഞാൻ ഭയങ്കര പാനിക്കായി പോകും. എന്തുകൊണ്ടാണ് പേടി വരുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. മരിക്കാൻ പേടിയാണോ, ഇനി അങ്ങനെയാണോ, അതോ എവിടെയോ എനിക്ക് തോന്നും. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, മേ ബി എനിക്ക് പോലും അറിയാത്ത എന്തെങ്കിലും ഒരു ഫിയർ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും എന്ന് തോന്നാറുണ്ട്. സോ അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും, ഓരോരുത്തർക്കും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് അകാരണമായ ഒരു ഭയം, അല്ലെങ്കിൽ അകാരണമായ ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരിക, നെഗറ്റീവ് തിങ്കിങ് ചില സമയത്ത് വരുന്നത്, അത് എവിടെയോ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ആ പാസ്റ്റ് ലൈഫിൻ്റെ ചില ഈവൻസ് നടന്നതിൻ്റെ ഓർമ്മകളായിരിക്കും. നമുക്കിപ്പോൾ അറിയില്ല, പക്ഷെ അതെവിടെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, സോ അത് നമ്മുടെ ലൈഫിനെ ഇപ്പോൾ അഫക്റ്റ് ചെയ്യും ചില കാര്യങ്ങൾ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം, എന്തായിരുന്നു പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ എന്തെങ്കിലും കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ചെറുതായിട്ടൊരു ഒരു ഇൻഫർമേഷൻ. ഓക്കെ, ടാരോഡിൻ്റെ ഇവിടെ ഈ ഡെക്കും പിന്നെ ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്റ്റേഴ്സ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൈൽ 1. ഓക്കെ, 2 പൈലുണ്ട്. ഫസ്റ്റ് പൈൽ ലോട്ടസ് താമര, ഓക്കെ, ക്രിസ്റ്റൽ. സെക്കൻഡ് പൈൽ റോസ് കോഡ്സിൻ്റെ റോസാണിത്. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ താമര, സെക്കൻഡ് പൈൽ റോസ് പൂവ്. ഓക്കെ, ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ചില സമയത്ത് ഇത് ചിലവർക്ക് ഒരുപാട് ഇങ്ങനെ പേടികൾ കാര്യങ്ങളുള്ളപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും കേട്ടോ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, പക്ഷേ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ വായിച്ചിട്ടുമുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്ത് നമ്മുടെ ഉള്ളിലെ ചില പേടികളെ തന്നെ മാറ്റി, നമ്മുടെ സ്വഭാവം തന്നെ ചില ഒന്ന് മാറ്റിയെടുക്കുന്ന തരത്തിലൊക്കെ ചെയ്യാറുണ്ട് ഒരു ചിലതൊക്കെ. ഓക്കെ, സോ എനിവേ നമുക്കൊരു ക്യൂരിയോസിറ്റിക്ക് നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് പൈലിന് എന്താ വരുന്നത്. ഷിപ്സ് ഉണ്ട്, ഫാദർ, Atlantis, transportation, ships, transportation, persecution and inquisition, and love life. Okay. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഐ തിങ്ക് എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അച്ഛനായിരുന്ന വ്യക്തി ഷിപ്സിൽ പോയിട്ടുണ്ടാവും, ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു വിരൽ പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് കാണുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. ഓക്കെ, എപ്പോഴും അവർ യാത്രകളായിരുന്നിരിക്കാം, ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, വല്ല ആ സമയത്തൊക്കെ പാസ്റ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മേ ബി ഏതെങ്കിലും വാർ നടക്കുന്ന സമയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ആൻഡ് പെർസിക്യൂഷൻ ആൻഡ് ഇൻക്വിസിഷൻ, ചിലവർക്ക് മേ ബി നിങ്ങളുടെ പാരൻസിനെ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവർ ജയിലിൽ അടയ്ക്കുക, അല്ലെങ്കിൽ അവർ
അവരുടെ മേലെ എൻക്വയറി ഒക്കെ വന്ന് അവർക്ക് ജയിലിൽ അടച്ചു അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചു എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. എനിക്ക് ഇവിടെ അറ്റ്ലാന്റിസ് കാണുന്നുണ്ട്. അറ്റ്ലാന്റിസ് പറയുന്നത് ആക്ച്വലി ഇതും ഷിപ്പും കടൽ തന്നെയാണ്, കടലിൻ്റെ കാര്യമാണ്. അത് മാത്രമല്ല, ആക്ച്വലി അറ്റ്ലാന്റിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വേറൊരു ലോകം എന്ന രീതിക്കാണ് പറയാറ്. ആക്ച്വലി ഇതിൻ്റെ അറ്റ്ലാന്റിസിൻ്റെ ഫുൾ കഥ എടുത്ത് നോക്കണം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു എന്താ പറയുക, ഒരു കടലിൻ്റെ അടിയിലേക്ക് താണുപോയ ഒരു സിറ്റി എന്ന രീതിയിലോ എന്തോ ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ കേട്ടോ, ഞാൻ എവിടെയോ എപ്പോഴോ വായിച്ചാണ്. അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കടലിൻ്റെ അടിയിലേക്ക് താണുപോയ ഒരു സിറ്റി എന്ന രീതിയിൽ പറയും. ഓക്കെ, മേ ബി അങ്ങനെ വല്ലതും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ കൂടി ഇല്ല എന്ന് പറയുമ്പോൾ മേ ബി അവർ എന്തെങ്കിലും അങ്ങനത്തെ വല്ല ട്രോമ നിങ്ങൾക്ക് സംഭവിച്ചു കാണാം. ഇവിടെ 2-3 സിനാരിയോ ആണ് തോന്നുന്നത്. ഒന്ന് എന്തായാലും മെയിൻ, പക്ഷെ ഇവിടെ ഫോക്കസ് വന്നിട്ടുള്ള ഫാദറാണ്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ യാത്ര പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ട്രാവലിംഗ് ആയിരിക്കും, നിങ്ങളുടെ കൂടെ അധികം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രോമ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ കടലെന്ന് പറഞ്ഞു, ഇവിടെ കാണുന്ന കടലാണ്. മേ ബി കടലിൻ്റെ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് ആ കടലിനെ ഒരു പേടി, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. ഇത് എവിടെയോ നിങ്ങളുടെ ലവ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ പറയുമ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് എന്താ പറയുക സൈക്കോളജിക്കലി പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഫാദർ അങ്ങനെ നിങ്ങളെ വിട്ടുപോയ ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി കിടക്കും. ദാറ്റ് എൻ്റെ അച്ഛൻ വിട്ടു പോകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ആരുമായിട്ടും നിങ്ങൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, അത് നിങ്ങളുടെ ലവ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേടി കാരണം, അത് പാസ്റ്റ് ലൈഫിൻ്റെ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നിങ്ങൾ പോവുമായിരിക്കും. ഫാമിലിയിലോ അച്ഛൻ്റെ ഭാഗത്തുനിന്നോ അമ്മയുടെ ഭാഗത്തുനിന്നോ ഒന്നും നിങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ മേ ബി നിങ്ങളിത് അനുഭവിച്ച കാരണം ഇപ്പോൾ അത് നിങ്ങൾക്ക് അഫക്റ്റ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവാൻ പേടിയായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആയാലും അവർ നിങ്ങളെ വിട്ടുപോവോ എന്നുള്ളൊരു പേടി എവിടെയോ നിങ്ങളുടെ മനസ്സിൽ കയറി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്സിനെ, റിലേഷൻഷിപ്സിൽ ഏത് റിലേഷൻഷിപ്പ് ആയാലും ഐ തിങ്ക് ആരുമായിട്ടും മേ ബി നിങ്ങൾ അത്ര അറ്റാച്ച്ഡ് ആവാൻ, നിങ്ങൾക്ക് ഓപ്പണായിട്ട് അറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, നമുക്ക് ടാരോ ഒന്നുകൂടി ലേശം എടുക്കാം. ഇതിനൊക്കെ മാറ്റാൻ ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും വേറെ വീഡിയോ ആക്കേണ്ടി വരും. ഓക്കെ, 5 wands, Queen of Pentacles, 9 of Pentacles, Page of Wands and Lovers. ലവ് ലൈഫ് നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയുണ്ടോ? ഐ തിങ്ക് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിനെ നിങ്ങൾക്ക് പേടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പേടിയാണ്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മേ ബി പറയുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല എന്ന്. ബിക്കോസ് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. നിങ്ങൾക്ക് പറയുന്നുണ്ടാവും എൻ്റെ പേഴ്സൺ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല എന്ന്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിലും ആ ഒരു കാര്യം കിടക്കുന്നുണ്ടാവും, ദാറ്റ് കമ്മിറ്റ്മെൻറ്റിനോടുള്ള ഒരു പേടി. ഓക്കെ, ആ പേടി അവർ റിഫ്ലക്റ്റ് ചെയ്യും. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മളുടെ ഉള്ളിൽ എന്താണോ അത് നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ആ പേഴ്സൺ നമ്മുടെ മുമ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമെന്ന് പറയാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവർ ചെയ്യുന്നത് എവിടെയോ നമ്മുടെ ഉള്ളിൽ കൂടി ഉണ്ട് എന്നാണ് പറയുക. ഓക്കെ, നമ്മളത് അറിയുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. മേ ബി ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു റിയലൈസേഷൻ്റെ ഒരു കാര്യത്തിനായിരിക്കാം. നിങ്ങളെപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ മേ ബി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, ഐ തിങ്ക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഈവൻ അമ്മ പാരൻറ്റ് ആ രീതിക്ക് അവരോടായിരിക്കാം. ഐ തിങ്ക് എല്ലാവിടെയും നിങ്ങൾക്കൊരു കോൺഫ്ലിക്ട്സ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. കരിയറിൽ, ജോലിയിൽ, ഓക്കെ, സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്യേണ്ടി വരും. ആരുമായിട്ടും ഐ തിങ്ക് എപ്പോഴും നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷൻ്റെ മൂഡിലാണ്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഇത് കാണുമ്പോൾ നോക്കൂ, നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്തിനാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഓക്കെ, കണ്ണ് കെട്ടിയിട്ടാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തിനെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കിടക്കും. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ഒരു ആരുമായിട്ടും അങ്ങനെ അധികം അടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടായിരിക്കും. ഓക്കെ,
ഐ തിങ്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ആരെങ്കിലും മേ ബി കെയർ കാണിച്ചാൽ പോലും മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇത് പേജ് ഓഫ് വൺസ് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരിക, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ കെയറിംഗ് ആയിട്ട് കാണിക്കുക, ആ രീതിക്കൊക്കെ നമുക്ക് പറയാം. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന രീതിക്ക് പറയാം. അതിപ്പോൾ റിലേഷൻഷിപ്പിലെ കാര്യത്തിലാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കമ്മിറ്റ്മെൻറ്റ് വേണം, സ്റ്റെബിലിറ്റി വേണം, പക്ഷെ അവിടെ അപ്പോഴേക്കും പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞത്, അത് എവിടെയോ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ട്രോമ, ചിലപ്പോൾ ഈ ലൈഫിൻ്റെ തന്നെ ആവാം, ഇതിപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു, മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതും പക്ഷെ എവിടെയോ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ് ദറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ എല്ലാവരും വരുന്നതും പോകുന്നതും എവിടെയോ നമ്മൾ പറയില്ല എല്ലാം കർമ്മയാണോ എന്നൊക്കെ പറയും. ഓക്കെ, നമ്മളെ ലൈഫിൽ ആരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊരു ഗ്യാരണ്ടി ഒന്നും ആർക്കും പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാൻ എന്താ പറയുക, ശരിക്കും കണ്ണുടച്ച് തന്നെ നമ്മളെല്ലാം ചില കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ട്രസ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചില ട്രോമ നിങ്ങളെ ലെസൺ പഠിപ്പിക്കുമായിരിക്കും. ഓക്കെ, ഇവിടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ ആരുമായിട്ട് അറ്റാച്ച് ആയാലും ഐ തിങ്ക് ആ പേടി കൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ പേടി കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും അറ്റാച്ച്ഡ് ആയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരും. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂ, അതായത് അവരെന്നെ വിട്ടു പോവോ, അവരെനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തോന്നൽ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കയറി വരും. അത് ഈവൻ കരിയർ വൈസ് കേട്ടോ, കരിയർ, ജോലി സ്ഥലത്ത് എവിടെയായാലും ഏത് വ്യക്തിയായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെയോടെങ്കിലും കുറച്ച് അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു അടുപ്പം കുറച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഐ തിങ്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് കയറി വരുമായിരിക്കും. ഓക്കെ, അവിടെ അപ്പോഴേക്കും കോൺഫ്ലിക്ട്സ് വരും, ആ രീതിക്കാവും. ഓക്കെ, അതൊന്ന് ആലോചിച്ച് നോക്കാം, മേ ബി നിങ്ങളുടെ ലൈഫായിട്ട് എവിടെയെങ്കിലും കണക്റ്റഡ് ഉണ്ടോ. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതിൽ തടസ്സം വരുന്നത് ഈ കോൺഫ്ലിക്ട്സ് ആണ്, മറ്റുള്ളവരുമായിട്ട് വരുന്ന കോൺഫ്ലിക്ട്സ് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന് പറയാം, കരിയറിലായാലും ശരി നിങ്ങൾക്ക് ഗ്രോത്ത് എന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്, കരിയർ ഗ്രോത്ത് അങ്ങനത്തെ കാണുന്നുണ്ട്. പക്ഷെ എവിടേക്കോ നിങ്ങളുടെ ഉള്ളിലെ ചില ട്രസ്റ്റ് ഇഷ്യൂസ്, ഓക്കെ, ആ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് ഇവിടെ ഐ തിങ്ക് ബാധിക്കുന്നത് നിങ്ങളെ ഇതെന്തിനടുത്ത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബന്ധങ്ങളിലായാലും കരിയറിലെ കാര്യത്തിലായാലും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മനസ്സിൻ്റെ പേടി. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കാം എല്ലാത്തിനെയും. ഓക്കെ, കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യുക, വേറെ നിവർത്തിയൊന്നുമില്ല. നമുക്ക് ആരും ഇപ്പോൾ എഴുതി ഗ്യാരണ്ടി ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ആരും വിട്ടുപോകില്ല എന്നൊന്നും ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. സോ അതൊരു ലെസൺ ആയിരിക്കാം നിങ്ങൾക്ക്. The Oracle's Gift, Opening to Discovery and Divine Matrix. ഓക്കെ, ഇതിവിടെ അഗെയിൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഒറാക്കിൾസ് ഗിഫ്റ്റ് നിങ്ങൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ജോലി കരിയറിലൊക്കെ ഗ്രോത്ത് അബണ്ടൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ വരാനുള്ളതാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് അതൊക്കെ വരും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ പോലും നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പണം വന്നാൽ പോലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ കിട്ടി ഇനി വിട്ടുപോയാലോ, അത് എൻ്റെ കയ്യിൽ നിന്ന് പോകും അത് എന്നാൽ ആ ഒരു നമ്മൾ പറയില്ല, ഏതൊരു കാര്യത്തിനെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ. ഓക്കെ, അതായിരിക്കാം ഇവിടെ നിങ്ങൾ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ വലിയ ലെക്ചറിലേക്ക് പോകുന്നില്ല. ഓക്കെ, ആൻഡ് ഓപ്പണിംഗ് ടു ഡിസ്കവറി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നല്ലോണം കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, കാര്യങ്ങൾ നമ്മൾ പറയില്ലേ എങ്ങനെ വരുന്നു അത് അങ്ങനെ ഡീൽ ചെയ്യാം എന്ന രീതിക്ക് നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആക്കി വെച്ച് മുന്നോട്ട് പോവാം. ഡിവൈൻ മെട്രിക്സ്, അഗെയിൻ ഇത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ കാര്യം പറയാറുണ്ട്, യൂണിവേഴ്സിൻ്റെ കാര്യം പറയാറുണ്ട്. യൂണിവേഴ്സ് എവിടെയോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെവിടെയോ നിങ്ങൾ ചിലത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, എല്ലാം ഡിവൈൻ്റെ ഒരു തീരുമാനങ്ങളാണ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 37 ഉണ്ട് നമ്പർ, 37, 34, 44. ഓക്കെ, 37 എന്ന് പറയുമ്പോൾ 10, 1, ഇവിടെ 7 ആൻഡ് ഇവിടെ 8. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവാം. നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യേണ്ടതുണ്ട്, അതാണ് കാര്യം കേട്ടോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട അതാണ്, നമ്മളിവിടെ ചില ട്രോമ നമ്മളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലൈഫിനെ ഇനി ബാധിക്കാതിരിക്കാൻ ചില മാറ്റങ്ങൾ നമ്മൾ ചിലത് പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, സോ അറിയില്ല, അതായത് ഒരു സിമ്പിൾ റീഡിംഗ് ആയിട്ട് നോക്കിയതാണ്. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ റോസ് ചൂസ് ചെയ്തവർക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്താ നടന്നത് നോക്കാം.
പാസ്റ്റ് ലൈഫിൻ്റെ സിനാരിയോ, നമുക്ക് എന്താ കിട്ടുന്ന, അതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്, എന്താ ലെസൺ ഉള്ളത്, നല്ല മെസ്സേജസ് ആയിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ. ഷഫിൾ സെക്കൻഡ് പൈൽ നോക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്. റോസ് ചൂസ് ചെയ്തവർക്ക് സെക്കൻഡ് പൈൽ. See, knighthood, forgiveness, angels, authority figures, spouse. Okay, male, female. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ ഈ രണ്ട് കാർഡും സിമിലർ വന്നിട്ടുണ്ട് ഇവിടെ. സ്പൗസിനുണ്ട്, മെയിൽ ഫീമെയിലിനുണ്ട്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഇരിക്കുന്നവർ. ഓക്കെ, സോ ഒരു സെപ്പറേഷൻ എന്ന രീതിക്ക് പറയാം. നൈറ്റ്ഹുഡ്, ഫർഗിവ്നെസ്, ഏഞ്ചൽസ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് എന്തോ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ ഏതോ ഒരു ലൈഫിൽ നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ നടന്നത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്പൗസ് എന്ന് കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് രണ്ടും ആവാം, മെയിൽ ഫീമെയിൽ എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ ഒരു തരത്തിൽ ഒരു സെപ്പറേഷൻ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ആൻഡ് അതോറിറ്റി ഫിഗേഴ്സും ഉണ്ട്. ഇതൊരു ജഡ്ജ് കോർട്ടിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെയുണ്ട്. ഇവിടെ സ്പൗസ് എന്നും ഇത് രണ്ടും കൂടി കാണുമ്പോൾ നിങ്ങളൊരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മാരീഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം. എനിക്ക് ആ രീതിക്കാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അത് കോർട്ട് കേസിലേക്ക് അന്നത്തെ കാലത്ത് ചിലപ്പോൾ പണ്ടത്തെ ഏതെങ്കിലും ഏതോ ഒരു ജന്മത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അന്ന് കോർട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതായത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതെവിടെയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യം വന്നുകൊണ്ടാണ് നിങ്ങളെ ആ കാര്യം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് തമ്മിൽ നിങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നൈറ്റ്ഹുഡ് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ എന്താ പറയുക സേനയിലൊക്കെ സേനാപതി എന്ന രീതിയിലൊക്കെ ആയിരുന്നിരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അത് കാരണമാണോ എന്നറിയില്ല. എന്തായാലും ശരി, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് തമ്മിൽ നിങ്ങളൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റേതായ ഒരു ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഒരു വിഷമം, ദേഷ്യം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ഒരാൾ നിങ്ങളെ വിട്ടുപോയി അല്ലെങ്കിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതിപ്പോഴും കിടക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കത് മാപ്പ് കൊടുക്കാൻ അന്ന് സാധിച്ചിട്ടില്ല. ആ സമയത്ത് നിങ്ങളെ അത് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഏഞ്ചൽസും ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ആ ഫൊർഗീവ്നെസ് കൊടുക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന മെയിൻ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാരേജ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവർ വിട്ടുപോയതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ദേഷ്യം അവരോട്. ആ കാരണം കൊണ്ട് തന്നെ നിങ്ങളിവിടെ അവർക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു കാർഡ് കൂടി കിട്ടുമോ നോക്കാം. ഈ ഒരു ട്രോമ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അത് പറയാലോ. യെസ്, ഓർഫൻ, യെസ്, പോട്ടെ. ഫാദർ ഫിഗറും ഉണ്ട് ഇവിടെ. ഇല്ല, ഓക്കെ, ഗലാക്ടിക് എന്ന് പറയാം. വേണ്ട, ഇത് മതി. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ അവർ വിട്ടുപോയി, നിങ്ങളെ തനിച്ചാക്കി പോയി. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അച്ഛനില്ലാതെയായി, അമ്മയില്ലാതെയായി, ആ രീതിക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എവിടെയോ പക്ഷെ മേ ബി നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം സെപ്പറേറ്റ് ആയത്, നിങ്ങളായിരിക്കണം എന്നില്ല. മേ ബി നിങ്ങളുടെ പാരൻസ് സെപ്പറേറ്റ് ആയി, അപ്പം നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി, ആ രീതിക്കും പറയാം. ഓക്കെ, അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ചിലപ്പോൾ ആ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവാം. എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞാൻ തനിച്ചായി പോയി എന്നുള്ളൊരു ട്രോമ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവാം. അല്ല, അപ്പം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ വിട്ടുപോയതാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും അനാഥരായി എന്ന് പറയാം. ആ രീതിക്കായാലും നിങ്ങൾക്ക് എന്തായാലും ശരി ഇവിടെ ഒരു മാപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക്
നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസിനെ ആയിരിക്കാം, നിങ്ങൾക്ക് എവിടെയോ മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അഗെയിൻ ഇപ്പോൾ ഒരു പേടി, അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളെ ആ ഒറ്റപ്പെടുത്തിയത് എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അതിനെ ഒരു ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, ഓക്കെ, ഇതിപ്പോൾ ഈ ജന്മത്തെ കാര്യങ്ങൾ, ഫാമിലി അഗെയിൻ അഗെയിൻ ഫാമിലി. സി, 10 of Cups, 10 of Pentacles, 2 of Pentacles, ഡെത്ത്. ഓക്കെ, ആൻഡ് ഫുൾ കാർഡ്. എനിക്കിത് ഫീൽ ചെയ്താണ്, ഞാനിത് മനസ്സിൽ എനിക്ക് തോന്നിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോൾ സപ്പോസ് പാരൻസ് പിരിഞ്ഞു എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫ് നിങ്ങളെ പിരിഞ്ഞു പോയി, അവിടെ എവിടെയോ ഒരു മരണത്തിൻ്റെ കാര്യം എനിക്ക് നേരത്തെ തന്നെ ഫീൽ ചെയ്തു. ഏഞ്ചൽസിനെ കണ്ടപ്പോൾ എനിക്കത് തോന്നിയതാണ്, പക്ഷേ ഞാനത് കൺഫർമേഷൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അതും കൂടി കണ്ടപ്പോൾ യെസ്, മേ ബി അവർ മരണപ്പെട്ടതായിരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവർ ഒരു പണ്ടത്തെ രാജാക്കന്മാരുടെയോ കൊട്ടാരത്തിലൊക്കെ സേനാപതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അവർ വാറിന് പോയി കാണാം, അല്ലെങ്കിൽ വല്ല യുദ്ധത്തിൽ അവർ മരിച്ചു കാണാം, എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആയിരിക്കാം നിങ്ങൾ. എനിക്കത് പറയുമ്പോൾ യെസ്, എനിക്ക് വല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കിപ്പോൾ അങ്ങനെ ആയിരിക്കാം കേട്ടോ. ഓക്കെ 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 ചില നേരത്തെ എന്നെ ഇങ്ങനെ ഒരു പിടിച്ച് കുലുക്കി വിടും. ഓക്കെ, ഈ സിനാരിയോ ഞാൻ പറഞ്ഞത് ഐ തിങ്ക് ഇത് ഒരു സത്യം, ഇതൊരു കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾക്കത് തിരിച്ചറിയണമെന്നില്ല. ഓക്കെ, കാരണം പാസ്റ്റ് ലൈഫിൽ എവിടെയോ നടന്നതാണ്, നിങ്ങൾ അറിയണമെന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിപ്പോൾ എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നൊരു കൊളുത്തി വലിക്കൽ, ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ എവിടെയോ ഒരു സിനാരിയോയിൽ ഉണ്ടെന്ന് നിങ്ങളെടുത്തോളൂ. എല്ലാവർക്കും ഉണ്ടാവാം, എല്ലാവർക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പാരൻസ് രണ്ടുപേര് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്തോ ആയിക്കോട്ടെ, അത് ഏത് രീതിയിലായാലും അവർ അതിലൊരാൾ ഹസ്ബൻഡ് ആവാം. ഇവിടെയൊക്കെ അന്നത്തെ കാലത്തൊക്കെ ജെൻസ് അല്ലേ. അപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അവരാരെങ്കിലും യുദ്ധത്തിന് പോയി അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഒറ്റപ്പെട്ട് കാണാം, നിങ്ങളുടെ അമ്മ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിക്ക് ഉണ്ടെങ്കിൽ അത് മരണമാണ് ഇവിടെ റീസൺ എന്നാണ്. മേ ബി നിങ്ങൾക്ക് അറിയില്ല എന്തോ. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്നല്ല, അത് അന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, അത് അവർ മരണപ്പെട്ടാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അവരെന്നെ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. ഈ ഒരു അതോറിറ്റി ഫിഗർ ഉണ്ട്, പക്ഷെ അതോറിറ്റി ഫിഗർ ഉള്ളപ്പോഴും എനിക്കിവിടെ തോന്നുന്നത് ഇതും ആ ഒരു നമ്മുടെ രാജാവ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ല ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ ആയി എന്ന രീതിക്കാണെങ്കിലും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനിച്ചായി പോയി എന്ന് നിങ്ങൾക്ക്, പക്ഷെ അത് വല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം കിടക്കുന്നുണ്ട്. ഒരു ദേഷ്യം കിടന്ന് നിങ്ങൾക്കത് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആ മാപ്പ് കൊടുക്കാൻ സാധിക്കാത്തത് അത് പക്ഷെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഒരു മരണമാണ് അവിടെ റീസൺ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ഫാമിലി കാർഡ്സ് ആണ്. ഫാമിലി, നമ്മൾ സ്റ്റേബിൾ ഫാമിലി, ഹാപ്പി ഫാമിലി, വളരെ സന്തോഷമായിട്ടിരിക്കുക, എല്ലാം കൊണ്ടും, പണം കൊണ്ടായാലും സന്തോഷം കൊണ്ടായാലും ഒക്കെ അങ്ങനെ ഇരുന്ന് അവിടെ ഓക്കെ ഒരു പ്രശ്നം കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡെത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു മരണം സംഭവിച്ചതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾക്കത് മേ ബി അറിഞ്ഞു കാണില്ല. അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക്, നമ്മൾ പറയില്ലേ, ചിലവർക്ക് നമുക്ക് മരണം കൊണ്ട് ചിലവർ അകന്ന് പോയാൽ പോലും നമുക്ക് ഒരു ദേഷ്യം തോന്നും. അങ്ങനെ എങ്ങനെ എന്നെ വിട്ട് പോയത് എന്ന രീതിക്ക് നമുക്ക് തോന്നും അല്ലേ. അതിപ്പോൾ കുട്ടികളായാലും ശരി, ഈവൻ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ അതായാലും ശരി, നമുക്ക് കാരണം അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആ അറ്റാച്ച്മെന്റ് കൊണ്ട് നമുക്ക് തോന്നും ഇവർക്ക് എങ്ങനെ അങ്ങനെ മരിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ദൈവത്തിനോട് ദേഷ്യം തോന്നും. ദൈവത്തിനോട് നമുക്ക് ദേഷ്യം തോന്നാം, എന്നിട്ട് എങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി, എന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തി പോയി എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഇത് ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഫസ്റ്റ് ഫൈലിൽ ഐ തിങ്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ പാസ്റ്റ് ലൈഫിൻ്റെ ചില കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ട്രോമാസ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഏതെങ്കിലും ജന്മത്തായിരിക്കും കേട്ടോ, നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ആ കാര്യങ്ങൾ നമ്മളെ എപ്പോഴും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റായ, ഓക്കെ, നിങ്ങൾക്ക് അഗൈൻ അതായത് നിങ്ങൾ തോന്നും മറ്റൊരു ഫാമിലി, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും അല്ല, നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾക്ക് മാരേജിനെ കുറിച്ച് ആലോചിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, അഗൈൻ ഞാൻ തനിച്ചായി പോവോ എന്നുള്ളൊരു പേടി,
ഓക്കെ, ഞാൻ തനിച്ചായി പോകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഐ തിങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തനിച്ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരുപാട് വരാതെ നിങ്ങൾ ഐ തിങ്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക്. കാരണം പേടിയാണ് നിങ്ങൾക്ക് അഗൈൻ ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു തരത്തിൽ എന്താ പറയുക, നമുക്ക് ഒരു അഗെയിൻ ഇവിടെ എല്ലാം ശരിക്കും സിമിലർ കാര്യങ്ങൾ തന്നെയാണ് വരിക. എപ്പോഴും നമ്മുടെ ഉള്ളിലെ ചില ഫിയേഴ്സ് തന്നെയാണ് നമ്മളെ ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതെല്ലാം തടയുക അല്ലേ. അപ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് മേ ബി നിങ്ങൾക്ക് പേടിയായിരിക്കും ദറ്റ് അത് ഫ്രീ ആയിട്ട് ഇരിക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എവിടെയോ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പേടി കാണും ദറ്റ് അഗെയിൻ ഞാൻ തനിച്ചായി പോയാലോ എന്നുള്ള ഒരു പേടിയായിരിക്കാം, അഗെയിൻ എന്നെ വിട്ടു പോവോ എന്നുള്ള പേടി. പക്ഷെ അത് ആ പാസ്റ്റ് ലൈഫിൻ്റെ പേടിയാണ്. ഈ ജന്മത്തിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല അഗെയിൻ, പക്ഷെ അതൊക്കെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ വരുന്നതാണെന്ന് പറയാം. ഇത് റിലേഷൻഷിപ്പിൻ്റെ വന്നതുകൊണ്ട് അഗെയിൻ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ആയിരിക്കാം അങ്ങനെ കേട്ടോ. ഓക്കെ, ഒരു ചെറിയൊരു ഡൗട്ട് തോന്നി എനിക്ക്. ഓക്കെ, ഹയർ വ്യൂ, റൂട്ട്സ് ഓഫ് അബണ്ടൻസ്, അഗെയിൻ ഡിവൈൻ മെട്രിക്സ് നേരത്തെ വന്നു, ബോഡി ആൻഡ് സോൾ. ഓക്കെ, നിങ്ങൾ എവിടേക്കോ ഹീലാവാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് സോൾ ഹീലാവാനുണ്ട്. ആക്ച്വലി ഈ സോൾ ഫോർഗിവ്നെസ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, നിങ്ങളുടെ ഹസ്ബൻഡ് വിട്ടുപോയി, വൈഫ് വിട്ടുപോയി, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ അച്ഛനോ അമ്മയോ വിട്ടുപോയി, എന്തോ ആവാട്ടോ. ഇവിടെ സിനാരിയോസ് 2-3 എനിക്ക് ഫീൽ ചെയ്ത്. സോ ആ തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയിട്ട് തനിച്ചായി പോയി എന്നൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഫോർഗിവ്നെസ്സിൻ്റെ കാര്യമാണ് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഫോർഗിവ്നെസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ. സോൾ നമ്മൾ പറയില്ല, സോൾ ലെവലിൽ നിങ്ങൾക്ക് അവരെ ഫോർഗിവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ ആ ഒരു ട്രോമ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയാൽ മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു റിലേഷൻഷിപ്പോ നല്ലൊരു ലൈഫോ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബോഡി ആൻഡ് സോൾ ഹീൽ ആവേണ്ടതുണ്ട്. ബോഡിയല്ല, ബോഡിയേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് സോളാണ്. നിങ്ങളുടെ സോൾ ഹീൽ ആവാനുണ്ട്. നിങ്ങളുടെ സോൾ വളരെയധികം അതായത് ആ ഒരു ഏതെങ്കിലും ഒരു പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന ഒരു നമ്മുടെ ആത്മാവ് എന്ന് പറയുമല്ലോ, ആത്മാവ് ക്യാരി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ആ ഒരു ട്രോമ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവർ ഫോർഗിവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷെ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാര്യങ്ങളെ ഒരു ഹയർ സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഹയർ വ്യൂ എന്ന് പറയുമ്പോൾ എന്ത് സിറ്റുവേഷനും നിങ്ങളൊന്ന് നല്ലോണം കുറച്ച് ദൂരം മാറി നിന്ന് കാണാമെന്ന് പറയില്ലേ. ഓക്കെ, ഒരു കുറച്ചുകൂടി ബ്രോഡ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പാസ്റ്റ് ലൈഫ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഈ ജന്മത്തിൽ തന്നെ മേ ബി നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച വല്ല കാര്യമായിരിക്കാം മേ ബി. ഓക്കെ, ചിലവർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഫോർഗിവ്നെസ് നിങ്ങൾക്ക് ഐ തിങ്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മാപ്പ് കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ അതുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ബ്രോഡായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അത് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് അത് കണക്റ്റഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരാൾ നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്ന് കാണുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ ട്രോമയാണ് അത് ട്രിഗർ ആവുന്നത്. ഓക്കെ, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും മേ ബി നിങ്ങൾ വളരെയധികം അത് ഓവർ ട്രിഗർ ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ട അവിടെ കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ കേടുവരുത്തും പല സിറ്റുവേഷനിലും. ഓക്കെ, റൂട്ട്സ് ഓഫ് അബണ്ടൻസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, നിങ്ങളുടെ ഒരു ജോലി, കരിയർ, കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ അബണ്ടൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്കത് വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ അബണ്ടൻസ് വരും. ഓക്കെ, പക്ഷെ അതിനു വേണ്ടി ആദ്യം നിങ്ങൾ സോൾ ലെവൽ തൊട്ട് നിങ്ങളൊന്ന് ഹീലാവാനുണ്ട്. ഓക്കെ, ഈ മാപ്പ് കൊടുക്കാൻ ആദ്യം പഠിക്കണം നിങ്ങൾ. അതാ ഐ തിങ്ക് നിങ്ങൾക്കുള്ള ലെസൺ ഇതാണ് ഇവിടെ. ഡിവൈൻ ഐ തിങ്ക് ഫസ്റ്റ് പൈലിൽ നമ്മൾ ട്രസ്റ്റ് എന്നൊരു കാര്യമായിരുന്നു വന്ന്. സെക്കൻഡ് പൈലിൽ നമുക്കിവിടെ ഫോർഗിവ്നെസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഡിവൈൻ മെട്രിക്സ് അഗെയിൻ അവിടെയും വന്നിരുന്നു. ഇത് ചില പാസ്റ്റിൻ്റെ തിരിച്ച് വരിക തന്നെയാണ്. ഓക്കെ, പാസ്റ്റ് ട്രോമ തിരിച്ച് വരുന്നത് നിങ്ങൾ അതിൽ നിന്ന് ചില ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഹീലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ അഗെയിൻ 44, 41, 5 ആണ് ഇവിടെ. 5 ഇവിടെ ഉണ്ട്, 2 and 44, 8. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. സോ
നിങ്ങൾ കുറച്ച് ഹീലാവാനുണ്ട്. ഓക്കെ, ഈ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫിൻ്റെ ആവണമെന്നില്ല, ഇപ്പോഴത്തെ ആയാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങളതൊന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുക്കാൻ പഠിക്കണം, കുറച്ചുകൂടി ക്ഷമ എന്നുള്ളത് പഠിക്കണം എന്നൊക്കെയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.